എന്താ പ്രശ്നം? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇനി ഒന്നും നോക്കണ്ട, ഊവി കുടലെടുത്തോ. എന്റെ എല്ലാ മാനവും പോയി. നാണക്കേടായി നാട്ടിലും വീട്ടിലും. ഒന്നും കഴിച്ചില്ലടാ, പുറട്ടെ മുട്ട മാച്ചിര ആഞ്ഞു പോയിക്കോ. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. പാലക്കാടിനെ നശിപ്പിക്കാൻ വന്ന ഒരു കോഴിയാണ് ഇത്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. അത് തെളിഞ്ഞിട്ടും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന കോൺഗ്രസിന്റെ നടപടി ഉണ്ടല്ലോ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ അവിടെ കാണുകയും ചെയ്തു. ചിലർ കൂകി വിളിച്ചു, പ്ലക്കാർഡുകൾ ഉയർത്തിയൊക്കെ പ്രതിഷേധമാണ് കണ്ടത്. വാഹനത്തിന് മുൻപിൽ പ്രതിഷേധക്കാർ നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിന് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങളിൽ ഒഴിഞ്ഞു മാറുകയാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. ഇങ്ങോട്ടെന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. അയാൾ ചെയ്ത ഈ കാട്ടുകോഴിത്തരം നാടിന്, പാലക്കാടിന് അപമാനപരമായിട്ടുള്ള കാര്യത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം രാജിവെക്കുന്നവരെ തുടരും. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.